ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അൻസിയാസ് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു സിമ്പിൾ മേക്കപ്പ് ട്യൂട്ടോറിയൽ ഫോർ ബിഗിന്നേഴ്സാണ്. അപ്പോൾ ഞാൻ ചെയ്യുന്നൊരു മേക്കപ്പ് രീതിയാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഡെയിലി അല്ല, ഞാൻ എന്തെങ്കിലും ഫങ്ഷൻസിനോ കാര്യങ്ങൾക്കോ പോകുമ്പോൾ ചെയ്യുന്നൊരു മേക്കപ്പ് ലുക്കാണ് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിൽ വോയിസ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഓൾറെഡി, പക്ഷേ അത് നന്നായിട്ട് കേൾക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ ഒരു വോയിസ് കട്ട് ചെയ്തിട്ട് വോയിസ് ഓവർ കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെ മേക്കപ്പ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഫേസ് വാഷ് ഇട്ട് നന്നായിട്ട് ഫേസ് വൃത്തിയാക്കി കഴുകിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഹിമാലയയുടെ നീം ഫേസ് വാഷാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾ ഏത് ഫേസ് വാഷാണോ യൂസ് ചെയ്യുന്നത് അതുപയോഗിച്ച് കഴുകുക. എന്നിട്ട് എന്തെങ്കിലും വെച്ച് കോട്ടൻ്റെ ഒരു തുണിയൊക്കെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഒപ്പിക്കൊടുക്കുക. നന്നായിട്ട് വെള്ളമൊക്കെ ഇതാക്കി എടുക്കുക. ഒരുപാട് ഇട്ട് വലിച്ച് പറിച്ച് സ്കിന്ന് ഇതാക്കരുത്. അല്ലാതെ തന്നെ നമ്മുടെ വെള്ളമൊക്കെ ഫേസിൽ നിന്ന് മാറ്റുക. അതിന് ശേഷം നമുക്ക് മേക്കപ്പ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഏതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വെച്ച് താമസിപ്പിക്കാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ശരിക്കും എനിക്കൊരു വീഡിയോയിൽ ഒരു വലിയൊരു മിസ്റ്റേക്ക് പറ്റി കേട്ടോ. കാരണം ഞാൻ വോയിസ് വീഡിയോ എടുത്തെടുത്ത് പോയതേ ഉള്ളൂ, ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല വീഡിയോ. അപ്പോൾ സൗണ്ട് ശരിക്കും കുറവാണ്. ഒന്നും ഞാൻ പറയുന്നത് ക്ലിയർ ആവുന്നില്ല. പിന്നെ ഫാനും കൂടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒട്ടും ക്ലിയർ ആവുന്നില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഫുള്ള് വോയിസ് ഓവർ കൊടുക്കേണ്ടി വന്നു. അപ്പോൾ ഞാൻ അതിലെല്ലാം പറയുന്നുണ്ടായിരുന്നു കേട്ടോ, ഡീറ്റെയിൽഡായിട്ട്. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും ഞാൻ വോയിസ് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം ഞാൻ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇട്ട് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു മോയ്സ്ചറൈസിങ് ക്രീമാണ്. നിങ്ങൾ ഏത് മോയ്സ്ചറൈസിങ് ക്രീമാണോ യൂസ് ചെയ്യുന്നത് അത് ഇട്ട് കൊടുക്കാം. ഞാൻ ഹിമാലയയുടെയാണ് ഇട്ട് കൊടുത്തത്. അത് എൻ്റെ ആവശ്യത്തിന് എടുത്തതിന് ശേഷം ഞാൻ മുഖത്ത് കുറച്ച് ഡോട്ട്സ് ആക്കി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് മുഖത്ത് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തു. അത് കഴിഞ്ഞ് ഞാനൊരു സൺസ്ക്രീമാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഞാനിതൊരു വീഡിയോയ്ക്ക് വേണ്ടി മാത്രം ഒരുങ്ങുന്നതാണ്, പുറത്തോട്ട് എങ്ങും പോകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനൊരു കുറച്ച് സൺസ്ക്രീം എടുക്കുന്നുള്ളൂ. കാരണം ഞാൻ പുറത്ത് പോകുന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ശകലം സൺസ്ക്രീം മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ സൺസ്ക്രീം നല്ല രീതിയിൽ തന്നെ ഓവറാക്കാണ്ട് നല്ല രീതിയിൽ സൺസ്ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുക. പുറത്തൊക്കെ പോകുമ്പോൾ നമ്മൾ എപ്പോഴും സൺസ്ക്രീം യൂസ് ചെയ്ത് പോകാൻ ശ്രമിക്കുക. അപ്പം ഞാൻ ആ ഒരു സൺസ്ക്രീം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അപ്ലൈ ചെയ്ത് മുഖത്ത് നന്നായിട്ട് ബ്ലെൻഡാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ സൺസ്ക്രീം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 2 to 3 മിനിറ്റ്സൊക്കെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. കാരണം നമ്മുടെ ഈ ഒരു മോയ്സ്ചറൈസറും ഈ ഒരു സൺസ്ക്രീമും നന്നായിട്ട് നമ്മുടെ ഫേസിൽ പിടിക്കണം. അപ്പം ഒരു 2 മിനിറ്റ്സ് അത്രയും നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ അതേ ഞാനൊരു 2 മിനിറ്റ്സൊക്കെ വെയിറ്റ് ചെയ്തതിന് ശേഷം ഞാൻ ഇടാനെടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു BB ക്രീമാണ്. അപ്പം ഞാൻ ഫൗണ്ടേഷനൊന്നും ഇടുന്നില്ല. പുറത്തോട്ട് പോകുമ്പോൾ ഞാനങ്ങനെ ഫൗണ്ടേഷൻ യൂസ് ചെയ്യൽ കുറവാണ്. പിന്നെ കല്യാണങ്ങൾ കാര്യങ്ങളൊക്കെ ഇപ്പോൾ പിന്നെ കല്യാണങ്ങൾക്ക് ഞാൻ ഫൗണ്ടേഷൻസ് അധികം യൂസ് ചെയ്യാറില്ല കേട്ടോ. ഈ ഒരു BB ക്രീമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു BB ക്രീം കുറച്ചെടുത്തിട്ട് നിങ്ങൾക്ക് ജസ്റ്റ് അതേപടി നമുക്ക് ഡോട്ട് ഇട്ട് കൊടുത്താൽ അങ്ങനെ ഇട്ടാലും മതി. ഞാൻ ഇച്ചിരി ഒരു കയ്യിലെടുത്തതിന് ശേഷം നമ്മൾ ഡോട്ട്സ് ഇട്ട് കൊടുത്തിട്ട് അത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എനിക്ക് ഫൗണ്ടേഷനേക്കാട്ടിലൂടെ കുറച്ച് എനിക്കിഷ്ടം BB ക്രീം ഇട്ട് കൊടുക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ BB ക്രീം ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമുക്കൊരു സിമ്പിൾ ലുക്ക് കൂടെ അല്ലേ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ BB ക്രീം എടുത്തു. അപ്പം ഞാൻ അങ്ങനെ മോയ്സ്ചറൈസർ ഇട്ട് കൊടുത്തു, സൺസ്ക്രീം ഇട്ട് കൊടുത്തു. അത് നന്നായിട്ട് മുഖത്ത് പിടിച്ചതിന് ശേഷം നമ്മുടെ BB ക്രീം ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യട്ടെ. അങ്ങനെ ഞാൻ മുഖത്ത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തു. പിന്നെ നമ്മൾ മേക്കപ്പ് ചെയ്യുമ്പോൾ എപ്പോഴും കഴുത്തിലും കൂടി ഇട്ട് കൊടുക്കുക. കഴുത്തിൽ ജസ്റ്റ് ഒന്ന് ആക്കി കൊടുക്കട്ടെ, അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ കഴുത്ത് മുഖവും രണ്ടായിട്ടിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഞാൻ അതാട്ടോ പറയുന്നത് ആ സമയത്ത്. അപ്പം ഞാൻ ഇട്ട് കൊടുത്തു, BB ക്രീം നന്നായിട്ട് ഇട്ട് കൊടുത്തു. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പുറത്ത് പോകാനല്ല ഒരുങ്ങുന്നത്, ജസ്റ്റ് ഒരു വീഡിയോയ്ക്ക് വേണ്ടി മാത്രം ഒരുങ്ങുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ കഴുത്തിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാതിരുന്നത്. അപ്പോൾ ഞാനങ്ങനെ BB ക്രീം അപ്ലൈ ചെയ്ത് കൊടുത്തു. പിന്നെ ഞാൻ ഈ ഒരു BB ക്രീം ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കുന്നൊരു വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാത്തവരൊക്കെ പോയി കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു പൗഡറാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കോമ്പാക്റ്റ് പൗഡർ യൂസ് ചെയ്യാം. പക്ഷേ എനിക്ക് പേഴ്സണലി ഇഷ്ടം ടാൽക്കം പൗഡർ യൂസ് ചെയ്യുന്നതാണ്. പിന്നെ നമ്മൾ സിമ്പിൾ മേക്കപ്പ് ലുക്കാണ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ടാൽക്കം പൗഡറാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ പൊതുവേ ടാൽക്കം പൗഡർ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പം വീഡിയോയ്ക്ക് അത് തന്നെ എടുത്തു. ടാൽക്കം പൗഡർ നമ്മൾ ഡോട്ടായിട്ട് നേരത്തെ ഇട്ട് കൊടുത്ത പോലെ തന്നെ BB ക്രീമിൻ്റെ പുറത്തായിട്ട് നമുക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കണം.
പിന്നെ ഞാൻ കൈ വെച്ചിട്ട് തന്നെ കേട്ടോ ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നത്. ബ്യൂട്ടി ബ്ലെൻഡർ ഒന്നും ഉപയോഗിച്ചിട്ടല്ല, കൈ വെച്ചിട്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനങ്ങനെ പൗഡർ ഇട്ട് നന്നായിട്ട് ഇതാക്കി എടുക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ ഫേസ് സെറ്റാക്കി എടുത്തു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഐബ്രോ എടുത്തിട്ട് അത് നമുക്ക് ഈ ഒരു ഐബ്രോ പെൻസിൽ എടുത്തിട്ട് നമ്മൾ ഐബ്രോ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് വരഞ്ഞ് ഇതാക്കി ഒന്ന് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് വിടുന്നതേ ഉള്ളൂ. ഒരുപാടൊന്നും വരച്ച് കൊടുക്കുന്നൊന്നുമില്ല. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് കറുപ്പിച്ച് വിടുന്നതേ ഉള്ളൂ. അങ്ങനെ ഞാൻ 2 ഐബ്രോസും ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കണ്ണെഴുതണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്നൊരു സാധനം ഐലൈനറാണ്, ഡാസ്ലറിൻ്റെ ഐലൈനറാണ്. അപ്പോൾ വേറൊരു പ്രൊഡക്റ്റും ഞാൻ കണ്ണ് എഴുതാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നില്ല. പിന്നെ ഈ ഒരു ഐലൈനർ വെച്ചിട്ട് തന്നെ മാത്രം നമുക്ക് നന്നായിട്ടൊരു ഫിനിഷിങ്ങിൽ തന്നെ നല്ല രീതിയിൽ നമുക്ക് ഐലൈനർ എഴുതി കണ്ണെങ്ങനെ എഴുതാമെന്നുള്ളത് ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതും കാണാത്തവർ പോയി കാണുക, ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക. അപ്പം ഞാൻ അതുകൊണ്ട് ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും കണ്ണെഴുതുന്നത് കാണിക്കുന്നില്ല. ഞാനങ്ങനെ 2 കണ്ണിൻ്റെയും മുകൾ ഭാഗം ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ട്. ഇനി എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് കട്ടിക്ക് എഴുതുന്നില്ല. നമ്മുടെ ആ ഒരു വാട്ടർ ലൈനിൽ മാത്രം ജസ്റ്റ് ഒന്ന് എഴുതി കൊടുക്കുന്നതേ ഉള്ളൂ. കണ്ടോ, അതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ആ ഒരു വാട്ടർ ലൈനിൽ ജസ്റ്റ് ഒന്ന് എഴുതി കൊടുക്കുന്നേ ഉള്ളൂ. ഒരുപാട് കട്ടിയായിട്ട് എഴുതുന്നില്ല. അങ്ങനെ ഞാൻ താഴെ എഴുതി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത് എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മസ്കാര ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഞാൻ പറഞ്ഞല്ലോ ഞാൻ കണ്ണെഴുതുന്ന ഒരു വീഡിയോ ഇട്ടിരുന്നെന്ന്. ആ വീഡിയോയ്ക്കകത്ത് ഞാൻ മസ്കാര ഇല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഇത് ചെയ്യാമെന്നുള്ളത് ഞാൻ ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് പോയി കണ്ടു നോക്കുക. അപ്പോൾ ഞാനിവിടെ മസ്കാര ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ മസ്കാര ഇട്ട് നമ്മുടെ പീലുകളൊക്കെ ഒന്ന് പൊക്കി കൊടുക്കാം. അപ്പം ഞാൻ മസ്കാര ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ അതേ മസ്കാര ഇട്ട് കൊടുത്ത് കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ഐ മേക്കപ്പ് കഴിഞ്ഞു. ഇനി നമ്മളെന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഒരു ലിപ്പ് ലൈനർ എടുത്തിട്ട് ഞാൻ എൻ്റെ ലിപ്പൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഏതാ ഷെയ്ഡൊന്നും എനിക്കറിയത്തില്ല. ലിപ്പ് ലൈനർ അത് വെച്ചിട്ട് ഞാൻ ഒന്ന് ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ ആ ലിപ്പ് ലൈനർ വെച്ചിട്ട് ലിപ്പിൽ ലൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാനൊരു ലിപ് ബാമാണ് എടുക്കുന്നത്. അപ്പോൾ ഇതൊരു കളർ ചേഞ്ചിങ് ലിപ് ബാമാണ്. അപ്പം ചെറിയ രീതിയിൽ കളറും കൂടെ വരുന്നൊരു സംഭവം കേട്ടോ. അപ്പം ഈ ഒരു ലിപ്പ് ലൈനർ ഇട്ടതിന് ശേഷം ഈ ഒരു ലിപ് ബാം ഇടുമ്പോൾ വേറൊരു ഷെയ്ഡ് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പം എനിക്കിഷ്ടപ്പെട്ടു, നല്ലൊരു ഷെയ്ഡാണ്. അപ്പോൾ ഈ ലിപ്പ് ലൈനറും ഈ ലിപ് ബാമും കൂടി ഇട്ട് കൊടുത്തപ്പോൾ തന്നെ നല്ലൊരു കളർ വന്നുകൊണ്ട് തന്നെ ഞാൻ ലിപ്പിലിനി ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ലിപ്സ്റ്റിക്ക് വേണമെന്നുണ്ടെങ്കിൽ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു ചെറിയ കളർ വരുന്നതൊക്കെ ലിപ് ബാം കിട്ടുമല്ലോ, അപ്പോൾ അതൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. ഒരുപാട് കളറൊന്നും ഇഷ്ടമല്ലാത്തവർക്ക്, ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യാൻ ഇഷ്ടമല്ലാത്തവർക്ക് ഇതേപോലുള്ള ചെറിയ രീതിയിൽ കളർ വരുന്ന ലിപ് ബാംസൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അതൊക്കെ വാങ്ങിച്ച് ഉപയോഗിക്കാം. പിന്നെ ഞാൻ ഈ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 കവള് ചെറുതായിട്ടൊന്ന് ചുമപ്പിക്കാം. എന്നിട്ട് ഒരു ഡോട്ട് ഞാനൊന്ന് മൂക്കിലിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കണ്ണിൻ്റെ മുകളിൽ ഞാൻ ഐ ഷാഡോ ഇടാൻ മറന്നു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഡെയിലി യൂസ് ചെയ്യാത്തതുകൊണ്ട് തന്നെ ഞാനത് പെട്ടെന്ന് കണ്ണെഴുതി പോയി. ഇത് ഞാൻ ഇട്ട് കൊടുത്തില്ല. അപ്പം ഞാൻ ഈ ലിപ്സ്റ്റിക്ക് എടുത്തപ്പോഴാട്ടോ ഓർത്തത്. അപ്പോൾ ഞാൻ ജസ്റ്റ് കണ്ണിൻ്റെ മുകളിൽ ഒന്ന് ഇട്ട് കൊടുത്തു. എന്നിട്ട് ഞാൻ മൂക്കിലും 2 കവളിലും ഇട്ട് കൊടുത്തത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓവർ ആവാതെ ശ്രദ്ധിക്കണം കേട്ടോ. നമ്മുടെ കവളൊക്കെ ചെറിയ രീതിയിൽ ഞാൻ ചെറിയ രീതിയിലാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ബ്ലഷൊക്കെ ഒരുപാട് ഇഷ്ടമുള്ളവർക്കൊക്കെ അത് നമ്മുടെ ആ ഒരു ഇതനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഞാൻ കുറച്ച് ഇട്ട് കൊടുത്തുള്ളൂ. അങ്ങനെ ഞാൻ എൻ്റെ 2 ചെള്ളയും ചോപ്പിച്ചതിന് ശേഷം ആ കണ്ണിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുന്നത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അതേ ഞാൻ എൻ്റെ 2 കണ്ണും ചെള്ളയൊക്കെ സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ലിപ്പൊക്കെ നന്നായിട്ട് കറക്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫേസ് മേക്കപ്പ് കഴിഞ്ഞു കേട്ടോ. നമ്മുടെ സിമ്പിളായിട്ട് നമ്മൾ ചെയ്തെടുത്തില്ലേ ഇപ്പോൾ. അപ്പോൾ ഞാൻ പറയട്ടെ, അതിൻ്റെ ഷെയ്ഡ് എനിക്കറിയില്ല. പക്ഷേ ആ ഒരു ലിപ്പ് ലൈനറും ലിപ്പ് ബാമും കൂടെ യൂസ് ചെയ്ത് ഇട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് വേറൊരു ഷെയ്ഡ് കിട്ടി. അതെനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇത്രയേ ഉള്ളൂ മേക്കപ്പ്. ഇനി എന്താണെന്ന് വെച്ചാൽ ഹെയർ സ്റ്റൈൽ ചെയ്യണം. പിന്നെ കുറച്ച് ഓർണമെൻറ്റ്സ്, കുറച്ചെന്നല്ല ഇയർ റിങ്സ് ഒന്ന് മാറി വരാം. അപ്പോൾ അത് മാറിയിട്ട് വരാവേ.
അപ്പോൾ ഞാൻ ഒരുങ്ങി സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. ഇത്രയുള്ളായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക, ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ.